സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന പ്രിയങ്കേനെ കണ്ട് ഞെട്ടലോടുകൂടി അങ്ങോട്ടേക്ക് ഓടിയെത്തുവാണ് സൂര്യയും രാധികയും പത്മിനിയൊക്കെ. അവരെല്ലാവരും ചേർന്ന് പ്രിയങ്കയെ വരനിൽ നിന്നും പിടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ബലം പ്രയോഗിച്ച് രാധിക സൂര്യയും പത്മിനിയൊക്കെ കൂടി പ്രിയങ്കയെ പിടിച്ച് മാറ്റുവാണ് കേട്ടോ. എന്നാൽ ഈ സമയം പ്രിയങ്കയാണെങ്കിൽ വിടുന്നില്ല. എൻ്റെ ഭർത്താവാ അത്, അപ്പം പിന്നെ ഞാൻ കെട്ടിപ്പിടിച്ചാൽ എന്താ കുഴപ്പം? എന്നെ വിട്, അതെൻ്റെ ഭർത്താവാ, ഞാൻ ഭാര്യ, എനിക്ക് പോകണം, എന്നെ വീട് എന്നൊക്കെ പറഞ്ഞ് പ്രിയങ്ക ആകെ ബഹളം വെക്കുവാണ്. അന്നേരം വരുൺ പറയണേ, കേട്ടില്ലേ, അവൾ പറയുന്നത് കേട്ടില്ലേ? ഇപ്പോൾ എന്തായി? എല്ലാവർക്കും ഇവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് മനസ്സിലായല്ലോ. എല്ലാം ഇവളുടെ അഭിനയമായിരുന്നു. ഞാൻ പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ലല്ലോ. രാധികെ, മര്യാദയ്ക്ക് ഇവളെ എൻ്റെ കൺമുമ്പിൽ നിന്ന് പിടിച്ചോണ്ട് വെക്കോ, അല്ലെങ്കിൽ നിയന്ത്രണം വിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും. അന്നേരം രാധിക പ്രിയങ്കയെ പിടിച്ചോണ്ട് പോവുക. പ്രിയങ്കെ, നീ വന്നേ, വാ, നമുക്ക് റൂമിലേക്ക് പോകാം, വീട്. ഈ സമയം വരുൺ താഴത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമായിരിക്കും. അന്നേരം രാധികയുടെ കൈ തട്ടി മാറ്റിയിട്ട് പ്രിയങ്ക വീണ്ടും പോയി വരുണിനെ കെട്ടിപ്പിടിക്കുവാണ് കേട്ടോ. അന്നേരം ദേഷ്യം വന്ന വരുൺ പ്രിയങ്കയെ സ്റ്റെപ്പിൽ നിന്ന് താഴത്തേക്ക് തള്ളിയിടുവാണ്. ഈ സമയം പ്രിയങ്കയാണെങ്കിൽ അവിടെ മതിലിൻ്റെ അവിടെ ഇടിച്ച് നിൽക്കുവാണ് കേട്ടോ. അന്നേരം വരുൺ സ്റ്റെപ്പ് ഇറങ്ങി പ്രിയങ്കയുടെ അരികിലേക്ക് ചെന്നിട്ട് കവിളിലൊന്ന് പൊട്ടിച്ച് വീണ്ടും താഴത്തേക്ക് തള്ളുവാണ്. അങ്ങനെ ഉരുണ്ട് താഴെ ബോധമില്ലാതെ കിടക്കുവാണ് കേട്ടോ പ്രിയങ്ക. ഈ കാഴ്ച കൊണ്ട് ഞെട്ടലോടുകൂടെ പ്രിയങ്ക എന്നും വിളിച്ച് രാധികയും സൂര്യയും പത്മിനിയും എല്ലാവരും ഓടിച്ചെന്ന് പ്രിയങ്കയെ നീപ്പിക്കാൻ ശ്രമിക്കുവാണ്. എന്നാൽ പ്രിയങ്കയുടെ നെറ്റി മുറിഞ്ഞ് ചോര വരുന്നുണ്ടാവും, ബോധം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. അന്നേരം മുത്തശ്ശിയും താഴത്തേക്ക് ഓടിയെത്തുക. എന്താ സംഭവിച്ചത്? അന്നേരം ഉർവശിയും കൽപ്പനയും കൂടി പറയണേ, അത് പിന്നെ അമ്മേ, വരുൺ പ്രിയങ്കയെ ദേഷ്യം വന്നപ്പോൾ മുകളിൽ നിന്ന് തള്ളിയിട്ടതാ. അയ്യോ, എന്താണെങ്കിലും എത്ര വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഈ സമയം സൂര്യ പറയണേ, അതെ, എന്താണെങ്കിലും ഇക്കാര്യം ആരും ഇപ്പോൾ ആറ്റുവാശ്ശേരിയിൽ വിളിച്ചറിയിക്കാൻ നിൽക്കണ്ട. കാര്യങ്ങൾ എന്താണെന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് അറിയട്ടെ, അതിനുശേഷം ഞങ്ങൾ തന്നെ വിളിച്ച് പറഞ്ഞോളാം. അങ്ങനെ പറഞ്ഞ് സൂര്യ പ്രിയങ്കയെ പൊക്കിയെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുവാണ്. കൂടെ പത്മിനിയും രാധികയൊക്കെ ചെല്ലുന്നുണ്ട് കേട്ടോ. ഉർവശി വരാമെന്ന് പറയുമ്പോൾ സൂര്യ വേണ്ടാന്ന് പറഞ്ഞ് തടയുവാണ്. അങ്ങനെ അവരവിടെ നിന്നും പോകുവാണ്. ഈ സമയം കൽപ്പനയും ഉർവശിയും വരുണിനോട് പറയുന്നുണ്ട്, എന്നാലും വരുൺ, നീ എന്ത് പണിയാണ് കാണിച്ചത്? ഒന്നുമില്ലെങ്കിലും അവൾക്ക് സുഖമില്ലാത്തതല്ലേ, ആ ഒരു പരിഗണനെങ്കിലും അവൾക്ക് കൊടുത്തൂടെ? അവൾ പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലാതെയല്ലേ നിന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയത്? എത്രയൊക്കെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും അവളുടെ ഉള്ളിൽ നീ താലിയേറ്റ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവൾ നിന്നോട് അങ്ങനെ പെരുമാറിയത്. അതിന് നീ ആ സുഖമില്ലാത്ത കുട്ടിയോട് ഇങ്ങനെയാണ് പെരുമാറേണ്ടത്. ഇതെങ്ങാനും ബാക്കിയുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാലേ പ്രശ്നം കടുമകളുള്ളവർക്ക് തന്നെയാണ്. നമ്മുടെ കുടുംബമാണ് ഇനി ഇപ്പം നടന്ന ഈ കാര്യത്തിൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷനും കോടതിയായിട്ട് കയറി ഇറങ്ങി നടക്കേണ്ടി വരിക. അന്നേരം വരുൺ പറയണേ, അതെ, നിങ്ങൾ ഈ കാര്യത്തിൽ കൂടുതൽ ഉപദേശമൊന്നും തരാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഭർത്താവ് ജയിലിലാണല്ലോ, അപ്പോൾ ജയിലിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും നിയമവശങ്ങളെക്കുറിച്ചൊക്കെ നല്ല അറിവായിരിക്കും. അതൊന്നും എൻ്റെ അടുത്ത് ഇറക്കാൻ നിൽക്കണ്ട. ഇക്കാര്യം പറഞ്ഞ് എന്നെ ആരും ഭയപ്പെടുത്താമെന്ന് വിചാരിക്കേണ്ട. ഇതിൻ്റെ പിന്നിൽ എന്ത് വലിയ ഭൂകമ്പമുണ്ടായാലും അത് നേരിടാൻ ഈ വരുൺ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അന്നേരം കൽപ്പന പറയണേ, ചെറിയമ്മേ, നമ്മളായിട്ട് ഇനി ഒന്നും പറയണ്ട. വരുന്നത് എന്താണെന്ന് വെച്ചാൽ കുടുംബം മൊത്തമായിട്ട് അങ്ങ് അനുഭവിച്ചോട്ടെ. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടാളും അകത്തേക്ക് കയറിപ്പോകുവാണ്. ഈ സമയം മുത്തശ്ശി പറയണേ, മോനെ, അവർ പറഞ്ഞതിലും കാര്യമുണ്ട്. ഈ വിവരം സുകുമാരി അമ്മ എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അല്ലെങ്കിൽ തന്നെ നാട്ടുകാർ ഓരോന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ കൂടി ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മൾ അവളെ മനഃപൂർവ്വം കൊല്ലാൻ നോക്കിയെന്നല്ലേ പറയുള്ളൂ. ആലോചിച്ചിട്ട് എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. അന്നേരം വരുൺ പറയണേ, എൻ്റെ മുത്തശ്ശി, അവളുടേത് എല്ലാം അഭിനയം മാത്രമാണ്. ഇപ്പോൾ അവൾ ബോധം കെട്ട് വീണതിൽ പോലും എനിക്കൊരു വിശ്വാസമില്ല. അതും അവളുടെ ആക്ടിങ് തന്നെയായിരിക്കുള്ളൂ. അവൾക്കൊരു കുഴപ്പമുണ്ടാവില്ല. അല്ലെങ്കിലും അഭിനയിച്ച് നിൽക്കാൻ അവൾ പണ്ടേ മിടിക്കുകയാണല്ലോ, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അവളുടെ ഓർമ്മ ശരിക്കും നഷ്ടപ്പെട്ടതാണെങ്കിൽ അവൾ ഭർത്താവാണെന്ന് പറഞ്ഞ് എന്നെ കയറി കെട്ടിപ്പിടിക്കുമോ? അവൾ ആ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നില്ലേ? അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കൂടെ എല്ലാം അവളുടെ ഒരു നാടകം മാത്രമായിരുന്നു എന്ന്? എന്താണെങ്കിലും ഇനി അവളെ ഞാൻ ഈ വീട്ടിലേക്ക് കയറ്റില്ല. എൻ്റെ രാധികയുടെ ജീവിതത്തിൽ ഒരു തടസ്സമായിട്ട് ഇനി പ്രിയങ്ക ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ പറഞ്ഞ് വരുണാകത്തേക്ക് കയറി പോകുവാണ്. ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ ആകെ ടെൻഷനിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള കാര്യോർത്ത് സമാധാനം ഇല്ലാതിരിക്കുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ എത്തിച്ച പ്രിയങ്കേനെയാണ്. ഈ സമയം സിസ്റ്റർമാരും ഡോക്ടറും ഒക്കെ പ്രിയങ്കയെ പരിശോധിക്കുന്നുണ്ട്. അന്നേരം രാധിക സൂര്യൻ പത്മിനിയൊക്കെ അരികിൽ ടെൻഷനോട് കൂടി നിൽക്കുവാണ്. ഈ സമയം ഡോക്ടർ ചോദിക്കണേ, അല്ല, എന്ത് പറ്റിയതായി കുട്ടിക്ക്? ആ സമയം സൂര്യ പറയണേ, അത് പിന്നെ ഡോക്ടർ, പ്രിയങ്കയ്ക്ക് മാനസികമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവളുടെ തന്നെ അശ്രദ്ധ കാരണം സ്റ്റെപ്പിൽ നിന്ന് തന്നെ താഴത്തേക്ക് വീണതാണ്. ഏതാണെങ്കിലും ഞങ്ങളൊന്ന് നോക്കട്ടെ, നിങ്ങൾ പുറത്തേക്ക് നിന്നോളൂ. അങ്ങനെ പറഞ്ഞ് അവരെ പുറത്തേക്ക് നിർത്തുവാണ്. ഈ സമയം രാധികയാണെങ്കിൽ വല്ലാത്ത ടെൻഷനിലാണ്. അമ്മേ, എനിക്ക് പേടിയാവുന്നു, പ്രിയങ്കയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? അന്നേരം സൂര്യ പറയുന്നുണ്ട്, എല്ലാം പ്രിയങ്കയായിട്ട് തന്നെ വരുത്തി വെച്ചതല്ലേ. സത്യം പറഞ്ഞാൽ അവളെ നമ്മുടെ വീട്ടിൽ നിർത്താൻ തീരുമാനിച്ച ആ തീരുമാനമുണ്ടല്ലോ, അതായിരുന്നു നമുക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ഇനിയിപ്പോൾ ഇതിൻ്റെ പിന്നാലെ വരുന്നത് എന്തൊക്കെയാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഏട്ടാ, എന്തു തന്നെയാണെങ്കിലും ശരി, പ്രിയങ്കയ്ക്കൊന്നും സംഭവിക്കാൻ പാടില്ല. അതിന് ആവശ്യമായിട്ടുള്ളതെല്ലാം നമ്മൾ ചെയ്യണം. അന്നേരം സൂര്യ പറയണേ, അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ,
അത്രയ്ക്ക് ദ്രോഹം അവൾ നിന്നോടും വരനോട് ചെയ്തിട്ടുണ്ടല്ലോ. നിൻ്റെ വരണിൻ്റെ ജീവിതം തകർക്കാനായിട്ടല്ലേ ഇപ്പോൾ വീണ്ടും കയറി വന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് എന്ത് തന്നെ സംഭവിച്ചാലും അതിലെനിക്ക് ഒരു കുറ്റബോധവും ഇല്ല. ഞാൻ പറയുന്നത് നിനക്ക് ചിലപ്പോൾ വിഷമമുണ്ടാക്കുന്ന കാര്യമായിരിക്കും. പക്ഷേ നിൻ്റെ വരണിൻ്റെ ജീവിതം തകർക്കുന്ന രീതിയിലുള്ള ഒന്നും കണിമംഗലത്തുണ്ടാകുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. ഇപ്പോൾ പ്രിയങ്കയോട് ചെയ്ത കാര്യത്തിൻ്റെ പേരിൽ ആരും വരനെ കുറ്റപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. അവൻ അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കേണ്ട കാര്യമില്ല. ഇത് അവളായിട്ട് ഇരന്ന് വാങ്ങിയ കാര്യം തന്നെയാണ്. എത്രയെന്ന് വിചാരിച്ചാൽ ഒരാളെല്ലാം സഹിച്ച് നിൽക്കുന്നത്. അവൾ കാണിച്ചത് നമ്മളെല്ലാവരും കണ്ടതല്ലേ. സഹിക്കട്ട വരൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടായിപ്പോയി. അതിനെ എനിക്ക് അവനൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ ഇതറിഞ്ഞു കഴിഞ്ഞാൽ ആ സുകുമാരിയമ്മ പ്രശ്നം ഉണ്ടാക്കുമായിരിക്കും. അവരല്ലെങ്കിലും ഒരവസരം കിട്ടാൻ കാത്തിരിക്കുവാണല്ലോ. അവരെന്താണെന്ന് വെച്ച് ചെയ്യട്ടെ. പോലീസിനെ വിളിക്കുകയോ കോടതി പോകുമോ എന്താണെന്ന് വെച്ച് ചെയ്യട്ടെ അമ്മേ, നമുക്കപ്പം നേരിടാം. ഈ സമയം രാധികയാണെങ്കിൽ പ്രിയങ്കയുടെ കാര്യം ഓർത്ത് ആകെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. അന്നേരം പത്മിനി രാധികയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട്. മോള് സങ്കടപ്പെടാതെ, പ്രിയങ്കക്കൊന്നും പറ്റില്ല. പിന്നീട് കാണിക്കുന്നത് കൽപ്പന ഉർവശിയും പ്രിയങ്കയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ ചെറിയമ്മേ? ആർക്കറിയാം, സ്റ്റെപ്പിൽ നിന്നല്ലേ വീണത്. അത്യാവശ്യം നല്ല വീഴ്ചയാണല്ലോ. തലേന്ന് രക്തവും വരുന്നുണ്ടായിരുന്നു. സിനിമയിലൊക്കെ ആണെങ്കിൽ ഇത്തരം ഒരു വീഴ്ചയൊക്കെ കഴിഞ്ഞാൽ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ കിട്ടുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതുപോലെ പ്രിയങ്കയ്ക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ കിട്ടിയ ചെറിയമ്മ പിന്നീട് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ഓർത്തിട്ട് തന്നെ കൊതിയാവുകയാണ്. അന്നേരം ചെറിയമ്മ പറയണേ, പിന്നീട് നടക്കാൻ പോകുന്നത് വലിയ ഭൂകമ്പങ്ങൾ തന്നെയായിരിക്കും. പക്ഷെ നമുക്ക് അതുവരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ തന്നെ ഈ വിവരം എങ്ങനെയെങ്കിലും ആ സുകുമാരി അമ്മയെ ഒന്ന് അറിയിക്കണം. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് കത്തി അങ്ങ് കയറിക്കോളും. അതേക്കുമ്പോൾ കൽപ്പന പറയണേ, അയ്യോ ഞാനെങ്ങാനും ഈ കാര്യം അറിയിച്ചെന്നറിഞ്ഞാൽ സൂര്യനെ വെച്ചേക്കില്ല. ഇപ്പം തന്നെ എൻ്റെ നവീൻ ഈ കാര്യം പുറത്തു പോകാതിരിക്കാനാ എന്നോട് ഹോസ്പിറ്റലിലേക്ക് വരണ്ടെന്ന് സൂര്യ പറഞ്ഞത്. അതേക്കുമ്പോൾ ഉർവശി പറയണേ, നീ പറയണ്ടെന്നേ, ഞാൻ പറഞ്ഞോളാം, എനിക്കൊരു പേടിയുമില്ല. അങ്ങനെ പറഞ്ഞ് ഉർവശി സുകുമാരിയുടെ ഫോണിലേക്ക് വിളിക്കുവാണ്. ഈ സമയം സന്തോഷത്തോടു കൂടി അരികെ നിൽക്കുവാണ് കേട്ടോ കൽപ്പനയും. അങ്ങനെ സുകുമാരി ഫോൺ എടുക്കുക. അതേക്കുമ്പോൾ ഉർവശി പറയുന്നുണ്ട്, അല്ല സുകുമാരി അമ്മേ, നിങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലാണോ അതോ വീട്ടിലാണോ? ഹോസ്പിറ്റലിലോ? ഞാനെന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നത്? അതുകൊള്ളാം, അപ്പം നിങ്ങൾ കാര്യമൊന്നും അറിഞ്ഞില്ലേ? പ്രിയങ്ക ഇപ്പോൾ ഹോസ്പിറ്റലിലാണല്ലോ. അതേക്കുന്നതും സുകുമാരി ഞെട്ടുക. എന്താ പറഞ്ഞത്? എൻ്റെ പ്രിയങ്കമ്മൾ ഹോസ്പിറ്റലിലാണെന്നോ? അവൾക്ക് എന്തു പറ്റി? അത് പിന്നെ അവൾ ഇവിടുത്തെ സ്റ്റെയർ കേസിൽ നിന്ന് തെന്നി വീണു. തലവട്ടി ചോര വരുന്നുണ്ടായിരുന്നു. എല്ലാവരും കൂടി അവളെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. സത്യം പറഞ്ഞാൽ സംഭവിച്ചത് മറ്റൊന്നാണ്. അവൾ വരുണ്ണെ കയറി കെട്ടിപ്പിടിച്ചു. എൻ്റെ ഭർത്താവായതെന്ന് പറഞ്ഞു. അവൾക്ക് ശരിക്കും ഓർമ്മ കിട്ടിയോന്ന് എൻ്റെ സംശയം. അതുകൊണ്ടായിരിക്കുമല്ലോ അവൾ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞ് വരുണ്ണെ കയറി കെട്ടിപ്പിടിച്ചത്. എന്നാൽ ഈ സമയം വരുണാണെങ്കിൽ ദേഷ്യപ്പെട്ട് അവളെ തള്ളി താഴത്തേക്കിടുമായിരുന്നു. സ്റ്റെയർ കേസിൽ നിന്ന് തൂക്കിയെടുത്ത് നിലത്തേക്കിട്ടും. ആ വീഴ്ചയിൽ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ? അവളുടെ ഗതി എന്തായി എന്ന് ഓർത്തിട്ട് ഞങ്ങൾക്കൊരു സമാധാനം കിട്ടുന്നില്ലെന്നേ. അല്ലെങ്കിലും വരുണിനെ കുറ്റം പറയാൻ പറ്റില്ല. ആ രാധിക ഏത് നേരവും പ്രിയങ്കയുടെ കുറ്റം പറഞ്ഞ് വരുണിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു. ഒരു പെണ്ണ് അങ്ങനെ അവൻ്റെ പിന്നാലെ നടന്ന് സ്വസ്ഥത കൊടുക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഭാഗത്തുനിന്നും നിയന്ത്രണം വിട്ട് എന്തെങ്കിലുമൊക്കെ പ്രവൃത്തികൾ സംഭവിച്ചു എന്നും വരാമല്ലോ. എന്താണെങ്കിലും പ്രിയങ്കയുടെ കാര്യം ഓർക്കുമ്പോഴാണ് കഷ്ടം. ജീവനോടെ ഉണ്ടോ മരിച്ചോ അങ്ങനെ ഒരു കാര്യം അറിയാൻ പറ്റുന്നില്ലെന്നേ. അതീവ രഹസ്യമായിട്ട് വെച്ചിരിക്കുക അവർ. ആരോടും ഇതൊന്നും പറയരുതെന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പ്രിയങ്കയുടെ അവസ്ഥ ഓർത്തിട്ട് ഇക്കാര്യം സുകുമാരി അമ്മയെങ്കിലും വിളിച്ചറിയിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അതായത് ഞാൻ വിളിച്ചു പറഞ്ഞത്. പിന്നെ അവർ പ്രിയങ്കയെ കൊണ്ടുപോയിരിക്കുന്നതേ അവർക്ക് പരിചയമുള്ളൊരു ഹോസ്പിറ്റലിലേക്കാണ്. അത് കാരണം അവിടെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പ്രിയങ്കയുടെ ജീവന് തന്നെ ആപത്തുണ്ട്. അന്നേരം സുകുമാരി പറയണേ, ഈ സുകുമാരി ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്ത് ഒരു തുള്ളി മണ്ണ് വീഴ്ത്താൻ പോലും ആരും ഞാൻ സമ്മതിക്കില്ല. ഒറ്റൊരെണ്ണത്തിനെ ഞാൻ വെച്ചേക്കില്ല. ഞാനെന്താണെങ്കിലും ഇപ്പം തന്നെ ആ ഹോസ്പിറ്റലിലേക്ക് പോകുക. എത്രയും പെട്ടെന്ന് പോകണം സുകുമാരിയമ്മേ. നിങ്ങളവിടെ തന്നെ ഉണ്ടാകണം. എന്നാലേ പ്രിയങ്കയുടെ കാര്യത്തിലുള്ള ഞങ്ങളുടെ ടെൻഷൻ മാറുകയുള്ളൂ. പിന്നെ സുകുമാരിയമ്മേ, നിങ്ങൾ പോകുമ്പോഴേ ആറ്റുവാശ്ശേരിയിലുള്ള ദേവനോട് യശോദയുടെ ഒന്നും ഈ കാര്യം പറയണ്ട. അവിടെ നിന്ന് ആരെങ്കിലും വിളിച്ചു പറയുമോ എന്ന് നമുക്ക് നോക്കാമല്ലോ. അതെന്താണെങ്കിലും ഞാൻ തീരുമാനിച്ചിരിക്കുമോ. ഇക്കാര്യം ഞാൻ എന്താണെങ്കിലും ആരോടും പറയുന്നില്ല. ആദ്യം ഹോസ്പിറ്റലിലെത്തട്ടെ, എന്നിട്ടാകാം ബാക്കി എന്ത് വേണമെന്ന് തീരുമാനിക്കുന്നത്. അവിടെ എത്തിയിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൽപ്പനയെ ഉർവശിനെ ഞാൻ വിളിച്ചോളാം. അങ്ങനെ പറഞ്ഞ് സുകുമാരി ഫോൺ കെട്ടുകയാണ് കേട്ടോ. അങ്ങനെ കൽപ്പന ഉർവശിയും സന്തോഷിച്ച് തുള്ളിച്ചാടിയിരിക്കുവാണ്. ഇനി സുകുമാരിയമ്മ കാര്യങ്ങൾ കത്തിക്കയറി പിടിപ്പിച്ചോളും. സുകുമാരിയമ്മ ഹോസ്പിറ്റലിൽ പോയി ഉണ്ടാക്കുന്ന ഒരു സീൻ അത് നേരിട്ട് കാണണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അന്നേരം കൽപ്പന പറഞ്ഞേ, എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാമെന്ന് വെച്ചാൽ അവിടെ സൂര്യ ഉണ്ടാകും. തൽക്കാലം സൂര്യ എനിക്കിപ്പോൾ വെറുപ്പിക്കാൻ പറ്റില്ല. അത് വേണ്ട. എന്താണെങ്കിലും ഇനി ഒരു 10 മിനിറ്റിൽ കൂടുതൽ അവിടെ രാധികയ്ക്ക് സൂര്യക്ക് ഒന്നും രഹസ്യമായിട്ട് വെക്കാൻ പറ്റില്ലെന്നേ. സുകുമാരി അമ്മ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും നിർത്തി അങ്ങ് പൊരിച്ചോളും. പത്രത്തിൽ കൊടുക്കുന്ന പോലെ ആറ്റുവാശ്ശേരിയിലെ സുകുമാരി ഒരു കാര്യം അറിഞ്ഞാലാണ് കണിമംഗലത്തിൻ്റെ അന്തസ്സ് ഇന്നത്തോടെ തീരും. ഭ്രാന്ത് പിടിച്ച സുകുമാരി അമ്മ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുകയെന്ന് നമുക്ക് കണ്ടു തന്നെ കാണാം.
അങ്ങനെ പറഞ്ഞ് സന്തോഷിച്ച് നിൽക്കുവാണ് കേട്ടോ കൽപ്പനയും ഉർവശിയും. പിന്നീട് കാണിക്കുന്നത് വരുണിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്ന രാധികനെയാണ്. അങ്ങനെ വരുൺ കോൾ എടുക്കുക. ഹലോ വരുൺ, ഇവിടെ പ്രിയങ്കിൻ്റെ കാര്യം കുറച്ച് സീരിയസ് ആണ്. ഇതുവരെ അവൾക്ക് ബോധം വീണിട്ടില്ല. ഡോക്ടേഴ്സ് എല്ലാം പ്രിയങ്ക കുറച്ച് ഗുരുതരാവസ്ഥയിലാണെന്നാണ് പറയുന്നത്. അത് കേൾക്കുന്നതും വരുൺ പറയണേ, എടോ അതൊക്കെ അവളുടെ അഭിനയമായിരിക്കും, എനിക്കെന്തോ ഇതിലൊന്നും വലിയ വിശ്വാസമില്ല. വരുൺ അങ്ങനെയല്ല, ഇത് സത്യം തന്നെയാണ്. എനിക്ക് ഓർത്തിട്ട് തന്നെ ടെൻഷനാകുന്നു, മനസ്സിനൊരു സമാധാനവും പേടിയായിട്ട് വയ്യ. അന്നേരം വരുൺ ചോദിക്കണേ, താൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഒരു കാര്യം ചെയ്യാം, ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാം, എന്നിട്ട് തന്നെയും കുട്ടി ഇങ്ങോട്ട് പോരാം. അയ്യോ അത് വേണ്ട, വരുൺ ഇങ്ങോട്ട് വരണ്ട, ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ പോകുന്നത്. മുത്തശ്ശിയുണ്ടോ അവിടെ? ആ ഉണ്ട്, എൻ്റെ അരികിലുണ്ട്, ഞാൻ കൊടുക്കാം. ഇതാ മുത്തശ്ശി, രാധികയാ. അങ്ങനെ മുത്തശ്ശി സംസാരിക്കുക. ഹലോ മുത്തശ്ശി, വരുണിനിപ്പോഴും നല്ല ദേഷ്യമുണ്ട്. എനിക്ക് വരുണിൻ്റെ കാര്യം ഓർത്തിട്ട് വല്ലാതെ പേടിയാവുന്നു. മുത്തശ്ശി വരുണു എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കണം. ഈ ദേഷ്യത്തിൽ വരുൺ ആറ്റുവാശ്ശേരിയിലേക്ക് എങ്ങാനും വിളിച്ചാലോ? മോളെ തോന്നുന്നു ഓർത്ത് പേടിക്കേണ്ട, ഞാൻ അവനോട് സംസാരിക്കാം. അവിടെ പ്രിയങ്കയുടെ കാര്യം എങ്ങനെയാ? പ്രിയങ്കയുടെ കണ്ടീഷൻ സീരിയസ് ആ മുത്തശ്ശി. എനിക്ക് ആലോചിച്ചിട്ട് പേടിയാവുന്നു. മോളെന്താണെങ്കിലും ടെൻഷൻ ആവാതിരിക്കുക, എന്താണെങ്കിലും മരുന്നെടുത്ത് വെച്ച് നേരിടാം. അങ്ങനെ പറഞ്ഞ് കോൾ കട്ട് ചെയ്യുവാണ് കേട്ടോ. പിന്നീട് മുത്തശ്ശി വരുണിനോട് പറയണേ, വരുൺ നീ എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ഒരു വക്കീലിനെ കണ്ടിട്ട് സംസാരിക്കണം. എന്തിന്? അതിൻ്റെ ആവശ്യം തിരിക്കുന്നു മുത്തശ്ശി. അന്നേരം മുത്തശ്ശി പറയണേ, എടാ ഈ കാര്യം സുകുമാരിയമ്മ എങ്ങാനും അറിഞ്ഞാൽ അവർ എന്തൊക്കെ കാണിച്ചു കിട്ടുമെന്ന് അറിയില്ല. അവരിതറിഞ്ഞാൽ നേരെ പോകാൻ പോകുന്നത് ഹോസ്പിറ്റലിലേക്കായിരിക്കില്ല, കോടതിയിലേക്കായിരിക്കും. അപ്പോൾ അതിനൊരു മുൻകരുതലായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ? വക്കീലിനെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു വെച്ചേക്കണം നീ. അതിൻ്റെ ഒരു ആവശ്യമില്ല, പ്രിയങ്കയെ തള്ളിയിട്ടത് ഞാനല്ലേ, അപ്പോൾ അതിൻ്റെ പേരിൽ എന്ത് വന്നാലും ഞാൻ നേരിട്ടോളാം. ഇത്രയും നാൾ രാധിക അവരെയും പ്രിയങ്കയ്ക്ക് പേടിച്ചു നിന്നു. അയാളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പോലും മനസ്സിൽ കുഴിച്ചു മുടി വെച്ചു. ഇനി ഞാനും കൂടി അങ്ങനെ പേടിച്ചു കഴിഞ്ഞാൽ അയാൾ തളർന്നു പോകും. എൻ്റെ രാധികയെ തളർത്താൻ ഞാൻ സമ്മതിക്കില്ല. ഇനി പ്രിയങ്ക ഈ വീട്ടിലേക്ക് കയറ്റാനും ഞാൻ സമ്മതിക്കില്ല. പിന്നെ സുകുമാരിയമ്മ ആ ഭ്രാന്തി പിടിച്ച തള്ളെ മരിക്കാനായിട്ട് വക്കീലിൻ്റെ ആവശ്യമൊന്നുമില്ല, നല്ലൊരു ചൂരൽ പ്രയോഗം മാത്രം മതി. അന്നേരം മുത്തശ്ശി ചോദിക്കണേ, വരുൺ നീ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്കറിയാം, ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്നല്ലേ മുത്തശ്ശി ആലോചിക്കുന്നത്. എനിക്ക് ഞാൻ ചെയ്ത പ്രവൃത്തിയിൽ ഒരു കുറ്റബോധമില്ല. അതിൻ്റെ പേരിൽ വരുന്നത് എന്താണെങ്കിലും നേരിടാൻ ഞാൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ പറഞ്ഞ് വരൻ അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന പ്രിയങ്കേനെയാണ് കേട്ടോ. ഈ സമയം പ്രിയങ്കയുടെ മുറിവിലൊക്കെ ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ടാവും. പുറത്ത് ടെൻഷനോട് കൂടി ഇരിക്കുമായിരിക്കും രാധികയും പത്മിനിയും സൂര്യയൊക്കെ. ഈ സമയത്തായിരിക്കോട്ടോ സുകുമാരിയമ്മ അങ്ങോട്ടേക്ക് എത്തുന്നത്. പ്രിയങ്ക മോളെ, എൻ്റെ മോളിത് എവിടെയാണ്? മോളെ പ്രിയങ്കയെ എന്നും പറഞ്ഞ് വന്ന വഴിക്ക് തന്നെ കരഞ്ഞു വിളിച്ചുകൊണ്ടാണ്ടോ മുത്തശ്ശി വരുന്നത്. അങ്ങനെ മുത്തശ്ശി വരുന്നത് കാണുന്നതും ഞെട്ടലോട് കൂടി നിൽക്കുവാണ് രാധികയും പത്മിനിയും സൂര്യയുമൊക്കെ. അങ്ങനെ അവരെ കാണുന്നതും കലിപൂണ്ട് നിൽക്കുന്ന സുകുമാരിയമ്മയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് സുകുമാരിയമ്മ സി എ അജിത്തിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നതാണ്. അങ്ങനെ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം കേൾക്കുന്ന അജിത്ത് പറയണേ, ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് നടക്കുന്ന പീഡനം കുറ്റകരമാണ്. അതിൻ്റെ പേരിൽ നിങ്ങളൊരു കേസ് പോലീസ് സ്റ്റേഷനിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബം മുഴുവൻ കോടതി കയറി ഇറങ്ങി നിരങ്ങേണ്ടി വരും. അതുവഴി വരുണിൻ്റെ അധികം തമ്മിലുള്ള വിവാഹം കോടതിക്ക് മുമ്പിൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനും ആകും. അങ്ങനെ ഇക്കാര്യങ്ങളൊക്കെ കേട്ട് കിട്ടിയ ഈ അവസരം മുതലെടുക്കാൻ തന്നെ തീരുമാനിക്കുവാണ് സുകുമാരിയമ്മ. പിന്നീട് ഐസിയുൻ്റെ ഉള്ളിൽ കയറി പ്രിയങ്കയെ കണ്ട് പ്രിയങ്കയുടെ അവസ്ഥ കണ്ട് കാലുതുള്ളി പുറത്തേക്ക് ഇറങ്ങി വരുവാണ് സുകുമാരി. ഈ സമയം അവിടെ ടെൻഷനിൽ നിൽക്കുന്ന രാധികയുടെ പത്മിനിയുടെയും സൂര്യയുടെയും അരികിലേക്ക് കലിയോട് ചെല്ലുന്ന സുകുമാരിയമ്മയും പ്രമുഖൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്